ഹലോ മക്കളെ, എന്തൊക്കെയുണ്ടോ വിശേഷം? സുഖല്ലേ മക്കളെ? നമ്മളെ എക്സാം എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റഗ്രേഷന്റെ റിവിഷൻ ആണ്. അതായത് വെറും ഒരു 7 മെത്തേഡ് നിങ്ങൾ പഠിച്ചാൽ ഇന്റഗ്രേഷനിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്ന ഒരു 7 മെത്തേഡ്, വെറും 7 മെത്തേഡ്. ഇന്റഗ്രേഷൻ ഒരുപാടുണ്ടെന്നറിയാം. വെറും ഒരു 7 മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് ഇന്റഗ്രേഷനിലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നന്നായി ശ്രദ്ധിച്ചോ, ഇത് നല്ല പോലെ കാണുക. എന്നിട്ട് ഈ പറയുന്ന പ്രോബ്ലംസുകൾ നല്ല പോലെ പഠിക്കുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് പോവല്ലേ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒക്കെ ചെയ്യുക. എക്സാം എടുത്ത സമയമാണ്, നന്നായി പഠിച്ചോളുക. ഈ പറയാൻ പോകുന്ന ഇന്റഗ്രേഷൻ എന്ന ടോപ്പിക്കിലെ 7 മെത്തേഡ് നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. എക്സാമിന് പോവുക, ഫുൾ മാർക്ക്. ഇന്റഗ്രേഷനിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായിരിക്കും. നന്നായി ശ്രദ്ധിച്ചോളുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് റിസൾട്ടുകൾ. ആർക്കെങ്കിലും ഇനി റിസൾട്ട് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നന്നായിട്ട് നോക്കി വെക്കുക. റിസൾട്ടുകൾ നല്ലപോലെ പഠിക്കണം. റിസൾട്ടുകൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അത് അടുത്ത റിസൾട്ട് ആണ് ഇന്റഗ്രൽ ഓഫ് 1/√(1 - x²). അങ്ങനെ വരുന്ന 3 റിസൾട്ടുകൾ. അടുത്ത് നോക്കുക, ഈ റിസൾട്ടുകൾ 6 റിസൾട്ടുകൾ ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് 1/(x²- a²), ഇന്റഗ്രൽ ഓഫ് 1/(a²- x²). മക്കളെ, റിസൾട്ട് നല്ല പോലെ പഠിച്ചു വെച്ചോളുക. റിസൾട്ടുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഈ പറഞ്ഞ റിസൾട്ടുകളെല്ലാം നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കി വെക്കുക. അതായത് ഇതും റിസൾട്ടുകളാണ്, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മെത്തേഡ് 1. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളുക. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ അകത്ത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കയറിയിരിക്കും. കണ്ടോ, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ അകത്ത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, സൈനിന്റെ അകത്ത്, സൈൻ എന്ന ഫംഗ്ഷന്റെ അകത്ത് e⁻x കയറിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ e⁻x എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന് പകരം സൈൻ എക്സ് കയറിയിരിക്കുന്നത് പോലെ. കണ്ടോ, അല്ലെങ്കിൽ 1/x എന്ന് പറയുന്ന ഫംഗ്ഷന് പകരം x²+1 കയറിയിരിക്കുന്നത് പോലെ. കണ്ടോ, ഈ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻസുകൾ ഉണ്ടാവും. അത് മാത്രമല്ല, അകത്ത് കയറിയിരിക്കുന്ന ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ നമുക്ക് പുറത്തുണ്ടാവും. ഡിഫറൻസിയേഷന്റെ എല്ലാ ഭാഗവും ഉണ്ടാവില്ല, പക്ഷെ വേരിയബിൾ ഉള്ള ഭാഗം നിർബന്ധമായും ഉണ്ടായിരിക്കും. ഇത്തരം ചോദ്യമാണ് മെത്തേഡ് 1 എന്ന് പറയുന്നത്. നന്നായി ശ്രദ്ധിച്ചോ. ഇപ്പൊ sin e⁻x എന്നാണെങ്കിൽ അകത്ത് കിടക്കുന്ന e⁻xന്റെ ഡിഫറൻസിയേഷൻ ആയ e⁻x അവിടെ കാണും. ക്ലിയർ ആയോ? e⁻sin x ആണെങ്കിൽ അകത്ത് കയറിയിരിക്കുന്ന sin xന്റെ ഡിഫറൻസിയേഷൻ cos x അവിടെ കാണും. ക്ലിയർ ആയോ? 1/x പകരം x²+1 ആണെങ്കിൽ x²+1ന്റെ ഡിഫറൻസിയേഷൻ ആയ 2x അവിടെ ഉണ്ടാവും. ക്ലിയർ ആയോ? ഈ രൂപത്തിലുള്ള പ്രോബ്ലംസ് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഒന്നാമത്തെ മെത്തേഡ്. ശ്രദ്ധിച്ചോളുക. അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി പഠിക്കണം. ഈ പറയുന്ന ചോദ്യങ്ങൾ നിർബന്ധമായി പഠിച്ചു പോകണം. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയാൽ ഉറപ്പാണ് മാർക്ക്, യാതൊരു സംശയമില്ല. ഇവിടെ നോക്കിയേ, ഇന്റഗ്രൽ ഓഫ് 2x/1 + x². മക്കളെ, ഇന്റഗ്രൽ ഓഫ് 2x/1 + x² എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ 1/x രൂപമാണ്. എക്സിന് പകരം ഇവിടെ ഉള്ള വില ആരാ? 1 + x² ആണ്. എക്സിന് പകരമുള്ള വില എന്ന് പറയുന്നത് 1 + x². അപ്പൊ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതായിരിക്കണം. ആ 1 + x², എക്സിന് പകരം വന്ന വിലയെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് നമുക്ക് ആ തന്നിരിക്കുന്ന വില 1 + x² എന്ന് പറയുന്ന വിലയെ നമുക്ക് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് 1 + x² = t. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസിയേഷൻ എന്താ വരിക? 2x dx = dt എന്നാണ്. നമ്മൾ പഠിച്ചവരാണ്. ഇതെങ്ങനെയാ കിട്ടുന്നത് നിങ്ങൾക്കറിയാം. 1 + x² ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2x കിട്ടും. പിന്നെ t യെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 × dt/dx ആണ്. ആ dx നമ്മൾ ഇങ്ങോട്ട് കൊടുത്താണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയെന്ന് ചെയ്തു പോയാൽ മതി. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ dx-ഉം t യെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ dt. അപ്പൊ 1 + x² ചെയ്യുമ്പോൾ 2x dx = t യെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dt. ഇത് കിട്ടിയാൽ
ഇവിടേക്ക് നോക്കൂ, ഇന്റഗ്രൽ ഓഫ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ 1+x² എന്ന് പറയുന്ന ഭാഗത്തിന് നമുക്ക് t എന്ന് വില കൊടുക്കാം. ഓക്കെ, അടുത്ത 2x dx ഈ കിടക്കുന്ന 2x dx കണ്ടോ, അത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് എന്ത് കൊടുക്കാം, 1 × dt. 1 × dt, t എന്ന് പറയുമ്പോൾ 1 ആണ്, 1 × dt. ആ 1 ഇവിടെയും കൊടുക്കാം, dt നമുക്ക് ഇങ്ങോട്ട് എഴുതാം. റെഡി? നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് 1/x, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ ഓഫ് 1/x dx എന്ന് പറഞ്ഞാൽ അതിന്റെ വില log mod x plus c ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ log mod t plus e that equal to log mod t യുടെ വില എന്ത് കിട്ടും, 1+x² plus c എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ചെറിയ കൺസെപ്റ്റ് ഉണ്ട്. എന്താ ചോദിച്ചാൽ, ഇവിടെ തന്നിരിക്കുന്നത് ഇന്റഗ്രൽ ഓഫ് 2x divided by 1+x² dx എന്നല്ലേ? എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് 1+x² ഇന്റഗ്രേഷനിൽ 1+x² നമ്മൾ f(x) എന്നെടുത്താൽ, കണ്ടോ, 1+x² f(x) എന്നെടുത്താൽ ഈ 2x എന്ന് പറയുന്നത് ഇവന്റെ ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ f' ആണ്, കണ്ടോ, ഇൻറ്റു dx. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് log mod, എന്താ കിട്ടിയ, ഇവിടെ നോക്കിയേ, log mod, ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വില അതുപോലെ. അപ്പൊ എന്താ വരിക, f(x) plus c എന്നാണ്. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യം ഉണ്ടാവും. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. കണ്ടോ, f'(x) by f(x) into dx എന്ന് പറഞ്ഞാൽ log mod f(x). മക്കളെ ഇത് മറന്നു പോകരുത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കണ്ടല്ലോ, f'(x) by f(x) into dx എന്ന് പറഞ്ഞാൽ log mod f(x) plus c. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദാ ശ്രദ്ധിച്ചോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇന്റഗ്രൽ ഓഫ് sin x into sin of cos x into dx. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ആര്? ശ്രദ്ധിച്ചോളുക, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് കയറിയിരിക്കുന്ന ആളാരാണ് ഇവിടെ? വേഗം പറയും. സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് കയറിയിരിക്കുന്നവൻ കോസ് ആണ്. കണ്ടോ, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് കയറിയിരിക്കുന്നവൻ കോസ് ആണ്. അപ്പൊ ഈ കോസിന്റെ ഡിഫറൻസിയേഷൻ അല്ലേ ഇവിടെ ഉള്ളത്, സൈൻ എക്സ്? അതെ, കോസിന്റെ ഡിഫറൻസിയേഷൻ ആണ് സൈൻ എക്സ്. അപ്പൊ അകത്ത് കയറിയിരിക്കുന്നവനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, പുട്ട്. നമുക്ക് കൊടുക്കാം പുട്ട്. കോസ് എക്സ് എന്ന് പറയുന്നവനെ നമുക്ക് ടി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ മൈനസ് ഇല്ല, ഇവിടെ സൈൻ എക്സ് മാത്രമേ ഉള്ളൂ. മതി, ആ സൈൻ എക്സ് ഡി എക്സിനെ അവിടെ നിർത്തൂ. sin x dx equal to minus dt. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ ഓഫ്, ശ്രദ്ധിക്കുക, ഈ കിടക്കുന്ന sin x കണ്ടല്ലോ, ഈ ഡി എക്സും ഈ സൈൻ എക്സും ഡി എക്സും കൂടി ചേർന്ന് എന്തെന്ന് കിട്ടും, മൈനസ് ഡി ടി എന്ന് കിട്ടും. ബാക്കിയുള്ള വില ആ സൈൻ അവിടെ നിൽക്കട്ടെ, കോസ് എക്സിന് പകരം നമുക്ക് ടി എന്ന് കൊടുക്കാം. കണ്ടോ, ഈ സൈൻ എക്സും ഡി എക്സും കൂടെ ചേർന്ന് മൈനസ് വെളിയിലിട്ടാ മതി, ഡി ടി ഇവിടെ കൊടുക്കാം. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ മൈനസ്, ഈ മൈനസ് അവിടെ നിൽക്കുന്നു. ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഡി ടി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വില മൈനസ് കോസ് ടി പ്ലസ് സി എന്നാണ്. മൈനസും മൈനസും പ്ലസ് ആവും. നമുക്ക് ആൻസർ എന്ത് കിട്ടും, കോസ്. ടിക്ക് ടിയുടെ വില കൊടുക്കുന്നു, കോസ് ഓഫ് കോസ് എക്സ്. കണ്ടോ, പ്ലസ് സി എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? ഇത് മറന്നു പോകരുത്. ഇതാണ് അടുത്ത ചോദ്യം. ഇത് നന്നായി മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കൂ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതേ സെയിം പാറ്റേൺ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ നന്നായി പഠിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കിയേ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ ഓഫ് 1+ log x the whole square by x into dx. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? നിങ്ങൾ നോക്കൂ, ഇവിടെയും 1+ log x ന്റെ സ്ക്വയർ കണ്ടോ, 1+ log x. സാധാരണ രീതിയിൽ ഇത് എക്സ് സ്ക്വയർ ആയിരുന്നു. കണ്ടോ, എക്സ് സ്ക്വയർ കണ്ടല്ലോ. ആ എക്സിന് പകരം ആര് കയറിയിരിക്കുന്നു, 1+ log x. കണ്ടല്ലോ, ഒരാളിന് പകരം ഒരു ഫംഗ്ഷന്റെ അകത്ത് കയറിയിരിക്കുന്ന ആളെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 1+ log x കണ്ടല്ലോ. ഈ 1+ log x നെയാണ് നമ്മൾ ടി ആയിട്ട് കൊടുക്കേണ്ടത്. നോക്കാം, പുട്ട്. ശ്രദ്ധിക്കുക, 1+ log x, പുട്ട് 1+ log x equal to t. ക്ലിയർ ആയല്ലോ?
അപ്പൊ ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 0 ആയി പോകും, ലോഗ് എക്സ് അങ്ങ് 1/x ആകും, ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇവിടെ ഡി ടി കിട്ടും. മക്കളെ നമുക്ക് കിട്ടി. ഇവിടെ നോക്കിയേ 1/x dx, ഈ കിടക്കുന്ന ഇതിനെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ള ആരാ 1, അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റു 1 കൊടുക്കാം, ഒരു പ്രശ്നമില്ലല്ലോ. ആ 1ഉം എക്സും ഡി എക്സും കൂടി അങ്ങ് എന്തായിട്ട് മാറും, ഡി ടി ആയിട്ട് മാറും അല്ലെ. ബാക്കി ഇന്റഗ്രൽ ഓഫ് പറയൂ 1 പ്ലസ് ലോഗ് എക്സിനെയാണ് നമ്മൾ ടി എന്ന് കൊടുത്തത്. അപ്പൊ ഇത് ടി സ്ക്വയർ, കണ്ടോ, ടി സ്ക്വയർ ഇൻറ്റു 1/x dx നമുക്ക് ഡി ടി എന്ന് വില കൊടുക്കാം. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഈ ടി സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്തായിട്ട് മാറും, ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി എന്ന് മാറും. ടിയുടെ വില എന്ന് പറയുന്ന 1 പ്ലസ് ലോഗ് എക്സ് ആണ്. ആ വില നമ്മൾ തിരിച്ചു കൊടുക്കുന്നു, 1 പ്ലസ് ലോഗ് എക്സിന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി ഈസ് ദ ആൻസർ. കണ്ടോ? ഇതേപോലെ മക്കളെ നന്നായി ചെയ്ത് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിൽ ഉള്ളിൽ കയറി ഇരിക്കുന്നവനെ ആയിരിക്കണം നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത്രയും കാര്യം മാത്രം അറിയുക. ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ. നിങ്ങൾ ആലോചിക്കൂ ആരാ ഇതിനകത്ത് ഉള്ളിൽ കയറിയിരിക്കുന്നത്? ഇ റൈസ് ടു എക്സിന് പകരം എക്സ് സ്ക്വയർ കയറി. കണ്ടോ? ഇ റൈസ് ടു എക്സിന് പകരം, ആ എക്സിന് പകരം അവിടെ ആര് കയറി? എക്സ് സ്ക്വയർ. അപ്പൊ നമ്മൾ ആരെ ആയിരിക്കണം ടി എന്ന് കൊടുക്കേണ്ടത്? ആ എക്സ് സ്ക്വയറിനെ നമ്മൾ കൊടുക്കുന്നു പുട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്നവനെ ടി കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 2x dx ഈക്വൽ ടു dt. അപ്പൊ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, ഇവിടെ 2 ഇല്ല. ഓക്കെ, ഉള്ളവനെ മാത്രം നമുക്ക് ഇവിടെ നിർത്താം. എക്സ് ഡി എക്സ് ഇവിടെ നിർത്തി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? dt/2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഈ തന്നിരിക്കുന്ന എക്സ് ഡി എക്സ് എന്ന് പറയുന്ന വില, ഈ എക്സും അതോടൊപ്പം തന്നെ ഈ ഡി എക്സും കൂടി ചേർന്ന് നമുക്ക് dt/2 എഴുതാം. ബാക്കിയുള്ള വില ഇ റൈസ് ടു എക്സ് സ്ക്വയറിന് നമ്മൾ ടി എന്ന് വില കൊടുത്തു. റെഡി? ഈ എക്സും ഡി എക്സും കൂടെ ചേർന്ന് dt/2. ആ /2 നമുക്ക് ഇവിടെ 1/2 ആയിട്ട് ഫ്രണ്ടിൽ എടുക്കാം. ക്ലിയർ ആയോ? /2 എന്നിവിടെ കൊടുക്കുന്നതിന് പകരം 1/2 ആയിട്ട് ഫ്രണ്ടിൽ എടുത്തു. ദാറ്റ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ ഇ റൈസ് ടു ടി ഇന്റഗ്രേഷൻ, ഇ റൈസ് ടു ടി തന്നെ പ്ലസ് സി. ആൻസർ ഈസ് 1/2 ഇ റൈസ് ടു ടിക്ക് വിലയായിട്ട് എക്സ് സ്ക്വയർ വരും പ്ലസ് സി. കണ്ടോ? ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് മനസ്സിലായി കാണുമല്ലോ. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഇന്റഗ്രൽ ഓഫ് d/dx of f of x. if d/dx of f of x എന്ന് പറയുന്നത് tan inverse x by 1 plus x square ആണ് എങ്കിൽ f of x എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, d/dx of f of x ഡിഫറൻഷിയേറ്റ് ചെയ്തു. f of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് tan inverse x divided by 1 plus x square എന്നാണ്. ഓക്കെ, d/dx നെ f of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. എങ്കിൽ f of x എന്തെന്നാണ് ചോദ്യം. ഈ f of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത് എങ്കിൽ f of x എന്തെന്ന് കണ്ടുപിടിക്കാൻ ഈ d/dx എന്ന ഡിഫറൻസിയേഷൻ നമ്മൾ ഒഴിവാക്കണ്ടേ? ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണല്ലോ മക്കളെ ഇന്റഗ്രേഷൻ. അപ്പോൾ ഇവനെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും അങ്ങ് ക്യാൻസൽ ആയി പോകും. ശരിയല്ലേ? ഈ തന്നിരിക്കുന്ന ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? f of x എന്ന് കിട്ടും. അപ്പൊ f of x ഈക്വൽ ടു എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് tan inverse x by 1 plus x square into dx. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കാം, ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന നമ്മൾ ആദ്യം ചെയ്തിരുന്നു 1/x. ആ എക്സിന് പകരം 1 plus x square വരും. ശരിയല്ലേ? ആ എക്സിന് പകരം 1 plus x square വന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 1 plus x square നെ t ആയിട്ട് കൊടുത്താൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2x dx ഈക്വൽ ടു dt എന്നല്ലേ കിട്ടുക. പക്ഷെ ഈ 2x ഇവിടെ ഇല്ലല്ലോ.
ഉണ്ടോ? ഈ 2x ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എടുത്ത രീതി തെറ്റാണ്. ക്ലിയർ ആയോ? നമ്മൾ എടുത്ത രീതി തെറ്റാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കണം? ഈ തന്നിരിക്കുന്ന 1+x² കൊടുത്തപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത വില അവിടെ കിട്ടിയില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. ഇവിടെ എക്സ് എന്ന ഫംഗ്ഷൻ ആയിരുന്നു, അതായത് എക്സ് എന്ന ഫംഗ്ഷൻ ആയിരുന്നു. ആ എക്സിന് പകരം അവിടെ ആര് വന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് വന്നു. ക്ലിയർ ആയോ? അപ്പൊ ഈ ടാൻ ഇൻവേഴ്സ് എക്സിന് നിങ്ങൾ എന്തായിട്ട് കൊടുക്കണം? ടി. ഇനി ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് എടുത്ത് നമുക്ക് ക്ലിയർ ആയില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, അത് ന്യൂമറേറ്റർ കൊടുത്താൽ മതിയാവും. പറഞ്ഞു മനസ്സിലായ? ന്യൂമറേറ്റർ കൊടുത്താൽ നമുക്ക് റെഡി ആവും. അതാ ഇവിടെ നോക്കൂ, ടാൻ ഇൻവേഴ്സ് എക്സിനെ നമ്മൾ എന്തായിട്ട് കൊടുത്തു? ടി ആയിട്ട് കൊടുത്തു. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസിയേഷൻ എന്താ? 1/1+x² dx എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വില dt കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കിവിടെ നോക്കാം. ഈ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന വില ഇൻറ്റു 1 അല്ലേ? ആ 1ഉം 1+x² dxഉം കൂടി അങ്ങ് എന്തായിട്ട് മാറും? dt ആയിട്ട് മാറും. അപ്പൊ ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ആ ടാൻ ഇൻവേഴ്സ് എക്സിന് ടി കൊടുക്കുന്നു. ഓക്കെ, 1/1+x² dx അങ്ങ് dt ആയി മാറുന്നു. മക്കളെ, ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വില t²/2 + c. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുക ആ 1/2 അവിടെ ഉണ്ടാവും. ടിയുടെ സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ആ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ക്വയർ പ്ലസ് സി എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? നന്നായി ശ്രദ്ധിച്ചോളുക, നന്നായി ശ്രദ്ധിച്ചോളുക, നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അതായത് d/dx ഓഫ് f(x) എന്ന് പറയുമ്പോൾ ആ d/dx ഒഴിവാക്കാൻ നമ്മൾ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്തു. കണ്ടോ? ഇവിടെ നിങ്ങൾ ഇത്രയും ചിന്തിക്കുക, ടാൻ ഇൻവേഴ്സ് എക്സിനെ ടി ആയിട്ട് എടുത്താൽ മാത്രമേ അതിന്റെ ഡിഫറൻസിയേഷൻ നമുക്ക് 1+x² എന്ന് കിട്ടുള്ളൂ. ഇത് നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിരുന്നു. 2x/1+x² എന്ന് വന്നപ്പോ 1+x² നമ്മൾ ടി ആയിട്ട് സങ്കല്പിച്ചിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ 1/x എന്ന രൂപത്തിലായിരുന്നു. ആ എക്സിന് പകരമാണ് നമ്മൾ 1+x² കണ്ടത്. പക്ഷെ ഇവിടുത്തെ കേസിൽ ആ 1+x² നമ്മൾ ടി ആയിട്ട് എടുത്താൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസിയേഷൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പകരം ന്യൂമറേറ്ററിനെ നമ്മൾ ടി ആയിട്ട് കൊടുത്തു. അപ്പൊ ബാക്കിയുള്ള വിലകളെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കൂ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ചോദിച്ചാണ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റഗ്രൽ ഓഫ് f(x/tan x into dx) എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് ടാൻ എക്സ്. മക്കളെ, ഞാൻ നിങ്ങളെ നേരത്തെ പഠിപ്പിച്ചു ഓർക്കുന്നുണ്ടോ? എന്താണ് ഇന്റഗ്രൽ ഓഫ് നമുക്ക് f(x) അതിന്റെ ഡിഫറൻസിയേഷൻ മുകളിൽ f'(x) ദാറ്റ് ഈക്വൽ ടു ഇൻറ്റു dx എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വില എന്താ? ലോഗ് മോഡ് f(x + c) എന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ശരിയല്ലേ? ഇന്റഗ്രൽ ഓഫ് f'(x/f(x) into dx എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് f(x). ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന ഫംഗ്ഷൻ ലോഗിന്റെ കൂടെ ചേർന്ന് വരണം എങ്കിൽ ആ f(x) ഡിനോമിനേറ്ററിലും f'(x) ന്യൂമറേറ്ററിലും വേണം. ഇവിടെ നോക്കൂ, ഈ തന്നിരിക്കുന്ന tan x ലോഗിന്റെ കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ട വില ഈ ടാനിന്റെ ഡിഫറൻസിയേഷൻ അല്ലേ? അപ്പൊ ഇവിടെ വരേണ്ട വില എന്തായിരിക്കണം? sec²x ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ ദ ഫംഗ്ഷൻ f(x)ന്റെ വില എന്ന് പറയുന്നത് sec²x ആണ്. 1 മാർക്ക് ചോദ്യമായിരിക്കും. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. ക്ലിയർ ആയാലോ? 1 മാർക്ക് ചോദ്യമായിരിക്കും. താഴെ f(x) വരുന്നു എങ്കിൽ മുകളിൽ f'(x) വന്നാലേ ലോഗ് മോഡ് എന്ന് കിട്ടുള്ളൂ. അപ്പൊ ഇത് അതിന്റെ തിയറിയാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ tan x ആണെങ്കിൽ മുകളിൽ ആര് തന്നെ വരും? sec²x. നോട്ട് ദ പോയിന്റ്. ക്ലിയർ ആയോ മക്കളെ? റെഡി ആണോ മക്കളെ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ഓഫ് f(x) dx ഈക്വൽ ടു ലോഗ് മോഡ് tan x + c. സെയിം കൺസെപ്റ്റ്, നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവം. ലോഗിന്റെ കൂടെ tan x കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഇന്റഗ്രേഷനകത്ത് ഈ tan x ഡിനോമിനേറ്ററിൽ വരണം. ആണോ? ഇതിന്റെ ഡിഫറൻസിയേഷൻ ന്യൂമറേറ്ററിൽ വരണം, ഇൻറ്റു dx. അപ്പോൾ മാത്രമേ നമുക്ക് ലോഗ് മോഡ് ഈ സാധനം താഴേക്ക് വരുള്ളൂ. tan x + c എന്ന് വരുള്ളൂ. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ f(x) into dx എന്ന് പറഞ്ഞാൽ f(x)ന്റെ വില എന്ന് പറയുന്നത് ആരായിരിക്കും? f(x) ഈക്വൽ ടു
മുകളിൽ sec സ്ക്വയർ എക്സും താഴെ tan എക്സും. മറന്നു പോകണ്ട. ഇതൊക്കെ പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ വർഷങ്ങളിലും മാറി മാറി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളത് ഈ ഒരു പാറ്റേൺ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണെങ്കിൽ ഇതാ നോക്കൂ, അതേ പാറ്റേണിലുള്ള ഒരു ചോദ്യം നന്നായി ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ ഓഫ് ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്, ന്യൂമറേറ്ററിൽ എഫ് ഓഫ് എക്സ് എന്നാണ് കിടക്കുന്നത്. എന്നാൽ ലോഗിന്റെ കൂടെ ആ ഡിനോമിനേറ്ററിലുള്ളവൻ അതേപോലെ വന്നിട്ടുണ്ട്. കണ്ടോ ഡിനോമിനേറ്ററിലുള്ള എക്സ് സ്ക്വയർ പ്ലസ് 1 ലോഗിന്റെ കൂടെ അതേപോലെ വന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ വരേണ്ട വില ആരായിരിക്കും? ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് വരേണ്ടവൻ ആരായിരിക്കും? ഇവന്റെ ഡിഫറൻസിയേഷൻ ആരാണ്? 2x. അപ്പൊ നമുക്കിവിടെ എന്തെടുക്കാം? എഫ് ഓഫ് എക്സിന്റെ ആൻസർ ഈക്വൽ ടു 2x. ദാറ്റ്സ് ഇറ്റ്. ഒരു മാർക്കിന്റെ ചോദ്യമാണ് ഇതെല്ലാം, ഒരു മാർക്കിന്റെ ചോദ്യം. നന്നായിട്ട് നോട്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ നമ്മളെ മെത്തേഡ് 1 കഴിഞ്ഞ് നമ്മൾ 6 മെത്തേഡാണ് പറഞ്ഞത്. 6 ആണോ 7 ആണോ ഞാൻ മറന്നുപോയി, നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, ഈ തന്നിരിക്കുന്ന മെത്തേഡ് 2ലേക്ക് പോവാണ്. മെത്തേഡ് 2 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 6 റിസൾട്ടുകൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. കണ്ടല്ലോ, ഈ തന്നിരിക്കുന്ന 6 റിസൾട്ടുകളും ഞാൻ തുടക്കത്തിൽ തന്നിരിക്കുന്ന ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച ഇക്വേഷൻസുകളാണ്. ഇന്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ മൈനസ് 1, ഇന്റഗ്രൽ ഓഫ് 1/a സ്ക്വയർ മൈനസ് x സ്ക്വയർ, ഇന്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ പ്ലസ് a സ്ക്വയർ, എല്ലാം ഇന്റഗ്രൽ ഓഫ് 1/√ ഓഫ് x സ്ക്വയർ മൈനസ് a സ്ക്വയർ, ഇന്റഗ്രൽ ഓഫ് 1/√ ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ, ഇന്റഗ്രൽ ഓഫ് 1/√ ഓഫ് x സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ഈ 6 റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ട്രിഗണോമെട്രിക് റിലേഷൻ വെച്ച് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ എക്സാമിന് പഠിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ അടുത്ത മെത്തേഡ് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇത് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോബ്ലം എന്ന് വരുന്നത് നോക്കാം. ശ്രദ്ധിക്കൂ, ഇന്റഗ്രൽ ഓഫ് dx ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 എന്നാണ് ഒരു ചോദ്യം. അപ്പൊ നമുക്ക് പരിചയമുള്ള രൂപത്തിലേക്ക് മാറ്റാം. എങ്ങനെ എഴുതി മാറ്റാം? നോക്കൂ, ഇതിനെ നമ്മൾ ശ്രദ്ധിക്കാം. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം. ഇന്റഗ്രൽ ഓഫ് 1/1ന്റെ സ്ഥാനത്ത് 1 സ്ക്വയർ എന്ന് കൊടുക്കാം, പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4നെ x/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ഇൻറ്റു dx എന്ന് കൊടുക്കാം. കണ്ടോ? അപ്പൊ ഇത് ഏത് രൂപത്തിലേക്ക് മാറി? നമുക്ക് പരിചയമുള്ള ഒരു രൂപം, ഇന്റഗ്രൽ ഓഫ് 1/a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു dx എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 1/a tan ഇൻവേഴ്സ് x/a പ്ലസ് സി എന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/a tan ഇൻവേഴ്സ് x/a പ്ലസ് സി. അപ്പൊ അതേപോലെ നമുക്കിവിടെ ചെയ്യാം. ശ്രദ്ധിക്കൂ, പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തന്നിരിക്കുന്ന എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ x/2 ആണ് കിടക്കുന്നത്. ശരിയല്ലേ? എക്സിന്റെ സ്ഥാനത്ത് x/2 ആണ് കിടക്കുന്നത്. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം, അതൊന്ന് മാറ്റാൻ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി, 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ എപ്പോഴും മറക്കും ആ ഒരു സാധനം. നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് വെക്കും എന്നുള്ളതല്ലാതെ നമ്മൾ ആ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കാര്യം നമ്മൾ എപ്പോഴും മറന്നു പോകും. അപ്പൊ അത് മറക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത ഒരു വേയിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും നന്നാവുക. അപ്പൊ അത് മറ്റേ റിസ്ക് ആണ്. അങ്ങനെ മനസ്സിൽ പഠിച്ചു വെച്ചിരുന്നാൽ ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ചെയ്യാം. അതെല്ലാം മറന്നു പോകും എന്നുള്ളവർ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന x/2നെ, ആ x/2 എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നല്ലേ, ആ എക്സിന് പകരമാണല്ലോ x/2 വന്നത്. അപ്പൊ ഒരുത്തന് പകരം ഒരാൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ മെത്തേഡ് 1ൽ പഠിച്ചു. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? x/2നെ നമ്മൾ t എന്ന് എടുക്കുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1/2 അവിടെ നിൽക്കും. എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ഇൻറ്റു dx ആകും, ഈക്വൽ ടു ഇത് dt എന്നാകും. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ dx എന്ന് പറയുന്ന വിലയെ dt ഇൻറ്റു 2 എന്ന് എഴുതാം. ശരിയല്ലേ? 2 dt എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടേക്ക് നോക്കാം. ഇന്റഗ്രൽ ഓഫ് 1/1
1 സ്ക്വയർ പ്ലസ് ഇതിന്റെ വില അങ്ങ് ടി സ്ക്വയർ ആകും. എന്നിട്ട് 2dt. അപ്പൊ ഇവിടെ dt ഇവിടെ കൊടുക്കാം, ആ 2 ഇവിടെ ഇട്ടു. കണ്ടോ, നമ്മള് ലാസ്റ്റ് കൊണ്ടുവന്ന് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇപ്പോഴേ 2 മൾട്ടിപ്ലൈ നമ്മൾ അങ്ങ് എടുത്തു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഇത് കൊടുത്തപ്പോ നമുക്ക് കറക്റ്റ് ആയി. നമ്മൾ ഇനി തെറ്റൂല. നമ്മൾ ഒരു കാരണവശാലും ലാസ്റ്റ് നമ്മൾ തെറ്റിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ നോക്കിയത് ഈക്വൽ ടു 2 ഇൻറ്റു ആ 2 അവിടെ നിന്നോട്ടെ. ഇനി ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. 1/x a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ എന്താ വരിക? 1/a 1/1. കണ്ടോ, tan ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് t ബൈ എയുടെ സ്ഥാനത്ത് 1 പ്ലസ് സി. ഇതിന് നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്താലും മതി. ഇന്റഗ്രൽ ഓഫ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന റിസൾട്ട് അങ്ങ് അപ്ലൈ ചെയ്താലും മതി. 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ tan ഇൻവേഴ്സ് എക്സ് എന്നാണ്. അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അത് നോക്കിയാൽ ദാറ്റ് ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് ടി. ടിക്ക് ടിയുടെ വില കൊടുക്കുന്നു, x/2 പ്ലസ് സി. That is the answer. കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിച്ച് നല്ലപോലെ പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1/√1 പ്ലസ് 4x സ്ക്വയർ എന്നാണ്. അപ്പൊ ഇതിനെയും നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് നമ്മൾ ഇതിനെ മാറ്റണം. അതെങ്ങനെ മാറ്റും? ശ്രദ്ധിച്ചോ. ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മുകളിൽ 1 അതുപോലെ കിടക്കട്ടെ ഡിവൈഡഡ് ബൈ ആ റൂട്ട് നമുക്ക് അതുപോലെ കൊടുക്കാം. റെഡി? ഈ 1 എന്ന് പറയുന്നതിന് നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. മൈനസ് വന്നു, പക്ഷെ ഇവിടെ കിടക്കുന്ന പ്രശ്നമാണ് 4x സ്ക്വയർ. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 2x സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു dx. ഇവിടെയും എക്സ് എന്ന് പറയുന്നതിന് പകരം എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം ഒരുത്തൻ വന്നു. അതാരാ? 2x. അപ്പൊ ഈ 2x വരുമ്പോ നമ്മൾ ഫൈനൽ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് നമ്മൾ മറന്നു പോകും. അത് മറന്നു പോകാതിരിക്കാനുള്ള ട്രിക്ക് എന്താ? നിങ്ങൾ പഠിച്ചു, ഈ തന്നിരിക്കുന്ന 2x-നെ നിങ്ങൾ t എന്ന് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ? ഈ 2x-നെ t എന്ന് കൊടുക്കുമ്പോ 2dx എന്ന് പറയുന്നവനെ നമുക്ക് dt എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ dx എന്ന് പറയുന്ന വില ഈക്വൽ ടു dt ഡിവൈഡഡ് ബൈ 2. മക്കളെ ശ്രദ്ധിച്ച് ചെയ്യുക. ദാറ്റ് ഈക്വൽ ടു ഇവിടെ എന്തായിട്ട് മാറും? ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/√. ഈ 1ന്റെ സ്ക്വയർ അതുപോലെ തന്നെ മൈനസ് ഈ 2x ദ ഹോൾ സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാം? t സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോ ഇവിടെ 1 ഇൻറ്റു dx, ആ dx-ന് എന്തായിട്ട് മാറും? dt ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതിന് പകരം 1/2 ഫ്രണ്ടിൽ എടുക്കാം. കണ്ടോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതായത് 1/2 ഫ്രണ്ടിൽ എടുത്തു. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇത് ഏത് രൂപത്തിലാണ്? നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ ഓഫ് 1/√. a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു dx എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ വരിക സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c എന്നാണ്. അല്ലെ? സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c. അപ്പൊ ആ റിസൾട്ട് ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നു. 1/2 അതേപോലെ അവിടെ ഇട്ടേക്കുന്നു. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് t ആണ്, എയുടെ സ്ഥാനത്ത് 1 ആണ്, പ്ലസ് c. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഫൈനൽ ആൻസർ 1/2 സൈൻ ഇൻവേഴ്സ് ടിക്ക് ടിയുടെ വില കൊടുക്കാം 2x പ്ലസ് സി എന്ന് കൊടുക്കാം. കണ്ടോ? ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയും ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന റിസൾട്ട്, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റിസൾട്ട് അതേപോലെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതാവുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും, അത്ര തന്നെ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് മെത്തേഡ് ഇന്റഗ്രൽ ഓഫ് 1/x² മൈനസ് 16 പരിചയമുള്ള രൂപത്തിലേക്ക് മാറ്റൂ. ഇന്റഗ്രൽ ഓഫ് 1 ഇതിന് എന്ത് ചെയ്യാം? x² അതുപോലെ ഇട്ടു മൈനസ് 16 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് 4² dx എന്ന് എഴുതാം. അപ്പൊ ഇത് ഏത് രൂപത്തിലായി? നമുക്ക് അറിയാവുന്ന ഒരു രൂപം, ഇന്റഗ്രൽ ഓഫ് 1/x² മൈനസ് s² dx. അപ്പൊ ഇതിന്റെ വില എന്താ? that equal to 1/2a log mod x minus a by x plus a plus c എന്ന രൂപമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ റിസൾട്ടിന്റെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റുക. ഫൈനൽ ആൻസർ 1/2 ഇൻറ്റു എയുടെ വിലയായിട്ട് 4 വരും. അടുത്തത് ലോഗ് മോഡ് x മൈനസ്
എയുടെ വിലയായിട്ട് 4 വരും ബൈ എക്സ് പ്ലസ് എയുടെ വിലയായിട്ട് 4 വരും പ്ലസ് സി. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1/8 log mod x minus 4 by x plus 4 plus c എന്നാണ് കിട്ടുക. കണ്ടോ? അപ്പൊ നമ്മൾ രണ്ട് മെത്തേഡുകൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന്. ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത വരുന്നത് മെത്തേഡ് 3. കണ്ടോ? മെത്തേഡ് 3 എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിച്ചോ, ഈ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളാണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്. ഓക്കെ, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിൽ വരുന്ന പ്രോബ്ലംസുകളാണ് മെത്തേഡ് 3 എന്ന് പറയുന്നത്. ഈ മെത്തേഡ് 3യിൽ വരുന്ന പ്രോബ്ലംസുകൾ നിങ്ങൾ നല്ല പോലെ പഠിച്ചു വെക്കണം. നന്നായി ശ്രദ്ധിച്ചോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു 6 or 7 മെത്തേഡ്, ആ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പൊ കൺഫേം ചെയ്യാം. അല്ലെ വേണ്ട, ഇപ്പൊ കൺഫേം ചെയ്ത് നമുക്ക് സമയം കളയണ്ട. അവിടെ നോക്കിക്കോ, ഒരു 6 or 7 മെത്തേഡ് കൊണ്ട് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ, മെത്തേഡ് 3 ആണ്. ആദ്യത്തെ മെത്തേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ മൂന്നാമത്തെ മെത്തേഡ് പറയുന്നു ഇന്റഗ്രൽ ഓഫ് 1/ax² + bx + c × dx എന്ന രൂപം, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1/√ax² + bx + c എന്ന രൂപം. റെഡി? നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ മക്കളെ, ഇതിനകത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ്? ഇന്റഗ്രൽ ഓഫ് 1/x² + 4x - 5. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ x² മുമ്പിൽ ഇവിടെ ഒരു ഇപ്പൊ ഇന്റഗ്രൽ ഓഫ് ഇങ്ങനെയായിരുന്നു വിചാരിക്കൂ. ഇന്റഗ്രൽ ഓഫ് 1/5x² + 4x - 5 × dx എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ x² മുമ്പിൽ നിൽക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പർ നമ്മൾ അവിടെ നിന്ന് കോമൺ എടുത്ത് നമ്മൾ ഇന്റഗ്രേഷന്റെ പുറത്തിട്ടിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. ഇവിടുന്ന് കോമൺ എടുക്കുമ്പോൾ ഇത് വെറും x² ആകും, ഇത് 4/5x ആകും, ഇത് -5/5 എന്ന് പറയുമ്പോൾ 1 ആവും. ശരിയല്ലേ? ആ 5നെ പുറത്തിട്ടിട്ട് ബാക്കിയുള്ള വിലയെ നമ്മൾ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സോൾവ് ചെയ്യാവുള്ളൂ. എപ്പോഴും നമ്മൾ ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ x² മുന്നിൽ കിടക്കുന്ന വില 1 ആക്കിയിട്ടേ ചെയ്യാവൂ. റെഡി? അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക. ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യാൻ ഒറ്റ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ശ്രദ്ധിച്ചോ, ഈ തന്നിരിക്കുന്ന x² + 4x - 5നെ ഒരു സൈഡിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിലേക്ക് മാറ്റാൻ പോവാണ്. അതായത് ഇതിന് തൊട്ട് മുൻപ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ചെയ്ത രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റാൻ പോവാണ്. അതിന് എന്ത് ചെയ്യണം? ഈ x² ടേമിനെ അതുപോലെ എടുത്തെഴുതണം, പ്ലസ് ഈ 4x-നെ അതുപോലെ എടുത്തെഴുതണം. ഓക്കെ, ഈ x-ന്റെ മുന്നിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? 4. x-ന്റെ മുന്നിൽ കിടക്കുന്ന നമ്പർ 4. x² അല്ല, x-ന്റെ മുന്നിൽ കിടക്കുന്ന നമ്പർ, അവന്റെ ഹാഫ് എടുക്കണം. അവന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2 കിട്ടും. ആ നമ്പറിന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പൊ വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു നമ്പർ വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ നമ്പറിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 2² - 5. ഈ ആദ്യത്തെ 3 പേരെ എടുക്കുമ്പോൾ ഇത് a² + 2ab + b² രൂപത്തിലായിരിക്കും. a² + 2ab + b² എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? a² + 2ab + b² = a + b the whole square. അപ്പൊ ഇവിടെ x + 2 the whole square എന്ന് അത് കിട്ടും. അടുത്ത വില നോക്കിക്കോളും, പറയുന്നത് ശ്രദ്ധിച്ചോളുക. ഇത് അവിടെ നിൽക്കുന്നു. ഇനി നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? -4 - 5. മക്കളെ ശ്രദ്ധിച്ചോളുക, ഇതിനെ ഞാൻ അവിടെ എഴുതി. ഇനിയുള്ളത് -4 - 5. ഇവർ രണ്ടുപേരെയും സോൾവ് ചെയ്യണം. പല കുട്ടികളും ചെയ്യുന്ന കാര്യം എന്താ അറിയാമോ? ഈ തന്നിരിക്കുന്ന x + 2 the whole square അതുപോലെ എഴുതും. എന്നിട്ട് ഈ മൈനസും അവിടെ എഴുതി വെച്ചിട്ട് 4 - 5 -1 എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അത് തെറ്റാണ്, അങ്ങനെയല്ല. ഈ x + 2 the whole square അവിടെ എടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു മൈനസിന്റെ ആവശ്യമില്ല. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ 4ന്റെ സൈൻ ആണ്, 4ന്റെ ചിഹ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ -4 - 5 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടുക -9. ക്ലിയർ ആയല്ലോ? തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അവിടെ ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്ത് പഠിച്ചോളുക. ക്ലിയർ ആയല്ലോ? തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? x + 2 the whole square - 3². കണ്ടല്ലോ? x + 2 the whole square - 3². മക്കളെ ഇവിടെ ശ്രദ്ധിക്ക്, ദാറ്റ് ഈക്വൽ ടു ഇവനെ നമുക്ക് എഴുതാം ഇന്റഗ്രൽ ഓഫ് 1/, കണ്ടല്ലോ? ഇന്റഗ്രൽ ഓഫ് 1/, ഈ കിടക്കുന്ന വില, ഈ തന്നിരിക്കുന്ന x² + 4x - 5 ആണല്ലോ ഈ രൂപത്തിലേക്ക് എത്തിയത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവനെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. x + 2
the whole square minus 3 square into dx. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈക്വൽ ടു, ഇതിപ്പോ ഏത് രൂപത്തിലാ ഇത് കിടക്കുന്ന രൂപം എന്ന് പറയാൻ നമുക്ക് നന്നായിട്ട് പരിചയമുള്ള രൂപമാണ്. ഇന്റഗ്രൽ ഓഫ് 1 by x square minus a square into dx. ഇന്റഗ്രൽ ഓഫ് 1 by x square minus a square into dx എന്ന് പറഞ്ഞാൽ വില 1 by 2a log mod x minus a by x plus a plus c എന്ന റിസൾട്ട് ആണ്. ഓക്കെ, ഈ റിസൾട്ടിന്റെ രൂപത്തിലേക്ക് ഇങ്ങനെ മാറ്റണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത്തരം ചോദ്യങ്ങളിൽ ഈ തന്നിരിക്കുന്ന എക്സിന് പകരം കിടക്കുന്ന എക്സ് പ്ലസ് ടുവിനെ നിങ്ങൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്താ കാരണം? ഇവിടെ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഇപ്പൊ നിങ്ങൾ നോക്കുക, എക്സ് പ്ലസ് ടുവിനെ എടുത്ത് ടി എന്ന് കൊടുത്തു, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക? ഡി ടി. കണ്ടോ? ഇവിടെ നമുക്ക് ആരെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരില്ല, കാരണം എക്സിന്റെ മുന്നിൽ കിടക്കുന്ന വില 1 ആയതുകൊണ്ട് നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എടുക്കേണ്ട ആവശ്യം ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക, ഇങ്ങനെ എടുക്കേണ്ട ആവശ്യം ഇല്ല ഇത്തരം ചോദ്യങ്ങളിൽ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ദാ ശ്രദ്ധിക്കൂ, ഈ തന്നിരിക്കുന്ന എക്സ് പ്ലസ് 2 the whole square minus 3 square നമുക്ക് വില എന്ത് കിട്ടും? 1 by 2 into എയുടെ സ്ഥാനത്ത് 3 വന്നു, ലോഗ് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ കൊടുക്കണം? എക്സ് പ്ലസ് 2 മൈനസ് എ എന്ന് പറയുമ്പോൾ 3 വരും, ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2 പ്ലസ് എയുടെ സ്ഥാനത്ത് 3 കൊടുക്കണം, പ്ലസ് സി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ 1 by 6 ലോഗ് മോഡ് എക്സ് പ്ലസ് 2 മൈനസ് 3 മൈനസ് 1 വരും, ബൈ ഇവിടെ എക്സ് പ്ലസ് 5 പ്ലസ് സി എന്ന് ആൻസർ കിട്ടും. കണ്ടോ? ഈ രൂപത്തിലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇതേ സെയിം പാറ്റേണുള്ള ചോദ്യമാണ്, നിങ്ങൾ ചെയ്തു നോക്കുക. കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളി, അതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ മുന്നിൽ ആര് കിടക്കുന്നു? 3 കിടക്കുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഈക്വൽ ടു, ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 by ആ 3 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 13 by 3x മൈനസ് 10 by 3 എന്ന് കിട്ടും, ഇൻറ്റു ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ 3 എടുത്ത് പുറത്തിടണം. 1 by 3 ഇന്റഗ്രൽ ഓഫ് 1 by എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 13 by 3x മൈനസ് 10 by 3 into dx. ഇങ്ങനെ എടുത്ത് പുറത്തിടുന്നത് കൊണ്ടാണ് നമ്മൾ എക്സിന് പകരമായിട്ട് ഒരുത്തൻ കയറി ഇരിക്കുമ്പോൾ അവനെ നമ്മൾ ടി എന്ന് കൊടുക്കണ്ട എന്ന് പറയുന്നതിന്റെ കാരണം. കാരണം ഇത് ചെയ്യണമെങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സ് സ്ക്വയറിന്റെ മുന്നിൽ നിൽക്കുന്ന 3 എടുത്ത് പുറത്തിട്ടേ പറ്റൂ. അപ്പൊ ഈ തന്നിരിക്കുന്ന എക്സ് സ്ക്വയറിന്റെ മുമ്പിൽ വില എന്തായിട്ട് മാറും? 1. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ ഇനി എന്താ ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിലേക്ക് മാറ്റി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ഇവിടെ കിടക്കുന്ന വില എടുത്ത് ഇങ്ങോട്ട് എഴുതുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 13 by 3x, അടുത്തത് മൈനസ് 10 by 3. ഓക്കെ, നമ്മൾ ആദ്യത്തെ വില എടുത്ത് എഴുതുന്നു. എക്സ് സ്ക്വയർ എടുത്ത് എഴുതി, പ്ലസ് ആ 13 by 3x എടുത്ത് എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം എക്സിന്റെ മുന്നിലെ വില 13 by 3 ആണ്. എക്സിന്റെ മുന്നിലെ വില 13 by 3 ആണ്. അതിന്റെ ഹാഫ് എടുക്കുന്നു. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 13 by 6 ആണ്. ഓക്കെ, ആ 13 by 6ന്റെ സ്ക്വയർ. ഓക്കെ, ആ വില അവിടെ മൈനസ് ചെയ്യുന്നു. ആ വില നമ്മൾ മൈനസ് ചെയ്യുന്നു. 13 by 6ന്റെ സ്ക്വയർ മൈനസ് ചെയ്യുന്നു, മൈനസ് ബാക്കി വന്ന 10 by 3 നമ്മൾ അവിടെ എടുത്ത് എഴുതുന്നു. ഓക്കെ, ഇനി ആദ്യത്തെ 3 പേരെ നോക്കിയാൽ അവരാരായിരിക്കും? നിങ്ങൾ പറയൂ, അവരാരായിരിക്കും? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ അവിടെ വരിക എ പ്ലസ് ബി, എക്സ് പ്ലസ് 13 by 6ന്റെ സ്ക്വയർ. കണ്ടോ? എ പ്ലസ് 13 by 6ന്റെ സ്ക്വയർ, ബാക്കി വരുന്നത് മൈനസ് 13ന്റെ സ്ക്വയർ 169 by 6ന്റെ സ്ക്വയർ 36 മൈനസ് 10 by 3. ഓക്കെ, അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എക്സ് പ്ലസ്
13/6ന്റെ സ്ക്വയർ മൈനസ് 169ഉം -169/36ഉം -10/3ഉം. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. 3യെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടുക? 3യെ നമുക്ക് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മുകളിലും ഒരു 12 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്റർ എന്താവും? 36 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ -169, ശ്രദ്ധിക്കുക, 169/36 -120/36 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 13/6ന്റെ സ്ക്വയർ മൈനസ് ഇവിടെ മൈനസ് എന്നല്ല, -169ഉം -120യും കൂടെ ഇവിടെ മൈനസ് എന്താവും? 289/36 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എക്സ് പ്ലസ് 13/6ന്റെ സ്ക്വയർ മൈനസ് 289 എന്ന് പറയുമ്പോൾ 17/6 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ശ്രദ്ധിച്ചു, ദാറ്റ് ഈക്വൽ ടു 1/3 ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 13/6ന്റെ സ്ക്വയർ 13/6ന്റെ സ്ക്വയർ മൈനസ് 17/6ന്റെ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. കണ്ടോ? അപ്പൊ ഇത് നമുക്ക് പരിചയമുള്ള റിസൾട്ട് ആണ്. ഇത് ഏതാ റിസൾട്ട്? നമ്മൾ പഠിച്ചു, ഇന്റഗ്രൽ ഓഫ് 1/x² മൈനസ് a² dx. ഞാൻ കുറച്ച് മുമ്പും കൂടി എഴുതി തന്ന റിസൾട്ട് ആണ്. x² മൈനസ് a² ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. കണ്ടോ? ആ റിസൾട്ടിലേക്ക് ഇവൻ അങ്ങോട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിച്ചോ, വില ഇങ്ങനെ മാറും. ദാറ്റ് ഈക്വൽ ടു ആ 1/3 അവിടെ നിൽക്കും. കണ്ടോ? ഇൻറ്റു അടുത്ത് എന്താ വരിക? 1/2 ഇൻറ്റു 1/2 ഇൻറ്റു എയുടെ വില ഇവിടെ 17/6 ആണ്. 1/2a ലോഗ് മോഡ്. കണ്ടല്ലോ, എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 13/3 ആണ്. എക്സ് മൈനസ് എ എന്ന് പറയുമ്പോൾ 17/6 ആണ്. ഡിവൈഡഡ് ബൈ അടുത്ത എന്താ വരിക? എക്സ് പ്ലസ് എ. എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 13/3 ആണ്. പ്ലസ് എയുടെ സ്ഥാനത്ത് 17/6 ആണ്. പ്ലസ് സി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 2ഉം ഈ 6ഉം കൂടെ ഇവിടെ 3 ആകും. അടുത്ത സ്റ്റെപ്പില് 1/3 ഇൻറ്റു ഈ 17/3. ഈ 17/3 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3/17. കണ്ടല്ലോ? ലോഗ് മോഡ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെ? ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെയും ഒരു 2 മൾട്ടിപ്ലൈ, ഡിനോമിനേറ്റർ 6 ആക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സ് പ്ലസ് 13 ഇൻറ്റു 2. 13 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ വില എന്തായിട്ട് മാറും? 13 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 26/6 മൈനസ് 17/6 ദ ഹോൾ ഡിവൈഡഡ് ബൈ. ഇവിടെയാണെങ്കിൽ എക്സ് പ്ലസ് ഇവിടെയും നമുക്കൊരു 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം, ഇവിടെയും 2 മൾട്ടിപ്ലൈ കൊടുക്കാം. അപ്പൊ എന്തായിട്ട് മാറും? 26/6 പ്ലസ് 17/6 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 3യും ക്യാൻസൽ ആയി. സോ 1/17 ലോഗ് മോഡ്. കണ്ടോ? ഇവിടെ എക്സ് പ്ലസ് 26 മൈനസ് 17. 26 മൈനസ് 17 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 9 അല്ലേ? 9. അപ്പൊ 9/6 എന്ന് കിട്ടും. 9/6 ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് പ്ലസ് 26 പ്ലസ് 17. 26 പ്ലസ് 17 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 20, 30, 43 കിട്ടും അല്ലെ? 43/6 എന്ന് കിട്ടും. 43 ഡിവൈഡഡ് ബൈ 6. ഓക്കെ അല്ലെ? ഓക്കെ, 43/6 പ്ലസ് സി എന്ന് കിട്ടും. ഇവിടെയും പ്ലസ് സി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ 1/17 ലോഗ് മോഡ്. ഈ 6 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 6x പ്ലസ് 9 ഡിവൈഡഡ് ബൈ അവിടെ ഒരു 6 ഉണ്ട്, ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെയാണെങ്കിലോ 6x പ്ലസ് 43. ഇവിടെയും ഡിവൈഡ് ബൈ ഒരു 6 ഉണ്ട്, പ്ലസ് സി. ഈ 6ഉം ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള വില അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. എന്താ കിട്ടുക? 1/17 ലോഗ് മോഡ് 6x പ്ലസ് 9 ഡിവൈഡഡ് ബൈ
6x plus 43 plus c. ഈ രീതിയിൽ എടുത്ത് എഴുതിയാൽ മതി. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ പോകണ്ട, ഇത്രയും ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, റെഡി? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ റൂട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഈ റൂട്ടിനെ അതേപോലെ തന്നെ അത് നിർത്തുക. ഈ എക്സ് സ്ക്വയർ പ്ലസ് ഈ സൈഡിലേക്ക് മാറ്റി എഴുതുക. എന്താ? ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 എഴുതിയിട്ട് ഇതേപോലെ സോൾവ് ചെയ്ത് ഇവിടേക്ക് കൊടുക്കുക. റിസൾട്ട് അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഈ തന്നിരിക്കുന്ന ചോദ്യവും അതേ പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇവിടെ 7 ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 7 - 6x - x² ഒരു സൈഡിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒരു നെഗറ്റീവ് കോമൺ എടുത്ത് x² + 6x - 7 എന്ന് എഴുതിയിട്ടാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ മൈനസ് അവസാനം മാത്രം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹോംവർക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ അതിന് തീർച്ചയായിട്ടും ഞാൻ അത് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് മെത്തേഡ് 4 ആണ്. മെത്തേഡ് 4 നമ്മൾ മെത്തേഡ് 1 പഠിച്ചു, മെത്തേഡ് 2 പഠിച്ചു, മെത്തേഡ് 3 പഠിച്ചു. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. മെത്തേഡ് 1 നിങ്ങൾക്ക് ചെയ്യേണ്ട രീതി അറിയാം. മെത്തേഡ് 2 എന്ന് പറയുമ്പോൾ റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ് 3 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ചെയ്യേണ്ട രീതിയാണ്. അടുത്ത മെത്തേഡ് 4 എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് px plus q divided by ax² plus bx plus c into dx. അടുത്ത ഇന്റഗ്രൽ ഓഫ് px plus q divided by root of ax² plus bx plus c into dx. അടുത്തത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസൾട്ട് ആണ് px plus q എന്ന് പറയുന്ന ന്യൂമറേറ്റർ ഈക്വൽ ടു a into d by dx ഓഫ് ഈ റാഡിക്കൽ ചിഹ്നത്തിനകത്ത് വരുന്നത്. ഇവിടെ ആണെങ്കിൽ ആ റാഡിക്കൽ ചിഹ്നമില്ല, അതിനകത്ത് വരുന്ന വില പ്ലസ് ബി. എന്നിട്ട് എയുടെയും ബിയുടെയും വില കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. നമുക്ക് എന്നാലും ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിക്കൂ, ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്ന ന്യൂമറേറ്റർ ആയിട്ടുള്ള ആ 2x plus 4 എന്ന് പറയുന്ന വില ഈക്വൽ ടു a into d by dx of ആ ഡിനോമിനേറ്റർ ആയിട്ടുള്ള x² plus 3x plus 1 plus b എന്ന് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 2x plus 4 equal to a into x² plus 3x plus 1 എന്ന് പറയുമ്പോൾ 2x plus 3 എന്ന് കിട്ടും, പ്ലസ് ബി എന്ന വിലയാണ് കിട്ടുക. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എയുടെയും ബിയുടെയും വില കാണണം. എയുടെയും ബിയുടെയും വില കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോക്കൂ, 2x plus 4 equal to ഈ എ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ 2ax പ്ലസ് ഈ എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3a പ്ലസ് ഇവിടെ ബി എന്ന വില കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ കിടക്കുന്ന 2x plus 4 എന്ന വില അപ്പുറത്ത് കിടക്കുന്ന 2ax plus 3a plus ബിക്ക് ഈക്വൽ ആണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ഭാഗത്തിന് ഈക്വൽ അല്ലേ? അതേപോലെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എക്സ് ഇല്ലാത്ത വിലക്ക് ഈക്വൽ ആവൂലേ? അപ്പൊ സ്വാഭാവികമായിട്ടും 2x 4ax ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്ന വില ഇവിടുത്തെയും എക്സിനെ ഒഴിവാക്കിയാൽ 2 എന്ന് പറയുന്ന വില 2aക്ക് ഈക്വൽ ആണ്. അപ്പൊ എയുടെ വില എന്താവും? 2/2. ആൻസർ നമുക്ക് 1 എന്ന് കിട്ടും. ഇതേപോലെ ഇവിടെ നമുക്ക് പറയാം 3a plus b എന്ന് പറയുന്ന വില 4ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എയുടെ വിലയായിട്ട് നമുക്ക് 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ 3 into 1 അപ്പൊ 3 ആയിരിക്കുമല്ലോ. 3 plus b എന്ന് പറയുന്ന വില ഈക്വൽ ടു 4. അപ്പൊ ബിയുടെ വിലയായിട്ട് നമുക്ക് എന്തെടുക്കാം? 4 minus 3. ആൻസർ 1 എന്ന് കിട്ടും. ഓക്കെ, ആൻസർ 1 എന്ന് കിട്ടും. എയുടെയും ബിയുടെയും വില കിട്ടിയാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ തന്നിരിക്കുന്ന റിസൾട്ടിൽ ഇന്റഗ്രൽ ഓഫ് ഈ പറയുന്ന ന്യൂമറേറ്റർ ആയ 2x plus 4ന് പകരമാണല്ലോ നമ്മൾ ഈ വില എടുത്ത് എഴുതിയേക്കുന്നത്. 4x plus 1ന് പകരം
ഈ തന്നിരിക്കുന്ന 2x+4 പകരമാണല്ലോ നമ്മൾ ഈ വില എഴുതിയേക്കുന്നത്. എയുടെ വില 1 ആണെന്നറിയാം, ബിയുടെ വിലയും 1 ആണെന്നറിയാം. എങ്കിൽ പിന്നെ എയ്ക്കും ബിക്കും ആ 1 എന്ന വിലകൾ കൊടുത്തുകൊണ്ട് ഇവിടേക്ക് എടുത്ത് എഴുതുക. ആ ന്യൂമറേറ്റർ കിടക്കുന്ന സ്ഥാനത്ത് എയുടെ വില 1 വരും. അപ്പൊ 2x+3 കണ്ടോ, പ്ലസ് ബിയുടെ വിലയായിട്ട് അവിടെ 1 വരും, ഡിവൈഡഡ് ബൈ ആ ഡിനോമിനേറ്റർ ആയ x² + 3x+1 × dx എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്, നമ്മൾ പഠിച്ചു ഇതിന്റെ വില എന്താ, 2x+3 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, x² + 3x+1. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണെ, പ്ലസ് അടുത്ത എന്താ 1 ഡിവൈഡഡ് ബൈ, ഇതുകൊണ്ട് ഇവനെ സ്പ്ലിറ്റ് ചെയ്ത് ഇവനെ സ്പ്ലിറ്റ് ചെയ്തു, 1 ഡിവൈഡഡ് ബൈ x² + 3x+1 × dx എന്ന് കിട്ടും. മക്കളെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ആദ്യം പഠിച്ച ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ നമ്മൾ ആദ്യം പഠിച്ചത്, ഇന്റഗ്രേഷനിൽ താഴെ f(x)ഉം മുകളിൽ അവന്റെ ഡിഫറൻസിയേഷനും വന്നാൽ × dx വന്നാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലോഗ് മോഡ് ആ ഡിനോമിനേറ്റർ വരും എന്നല്ലേ നമ്മൾ പഠിച്ചത്, ഡിനോമിനേറ്റർ വരും എന്നല്ലേ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കൂ, ഇവന്റെ ഡിഫറൻസിയേഷൻ അല്ലേ മുകളിൽ കിടക്കുന്നത്, x² + 3x+1 ഡിഫറൻസിയേഷൻ അല്ലേ മുകളിൽ. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ആൻസർ, ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക ലോഗ് മോഡ് ആ ഡിനോമിനേറ്റർ ആയ x² + 3x+1 ആണ്. റെഡി, ക്ലിയർ ആയോ? പ്ലസ് അടുത്ത എന്ത് കിട്ടും, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇന്റഗ്രൽ ഓഫ് 1/x² + 3x+1 × dx. കണ്ടോ, ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ദാ നേരത്തെ നമ്മൾ പഠിച്ചു. എന്ത് ചെയ്യണം, ആ വില ഇങ്ങോട്ട് സൈഡിലേക്ക് എടുത്ത് എഴുതണം, x² + 3x+1 സൈഡിലേക്ക് എടുത്ത് എഴുതണം. എന്നിട്ട് x² എഴുതി, പ്ലസ് ആ 3x എഴുതി അല്ലെ, എക്സിന്റെ മുന്നിലെ വില. ഇത് നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത പ്രോബ്ലം, ക്ലിയർ ആയല്ലോ. ആ പ്രോബ്ലത്തിന്റെ ആൻസറും കൂടി അവിടേക്ക് എടുത്ത് എഴുതിയാൽ ഫുൾ ആൻസർ ആയി. ക്ലിയർ ആയോ? ഈ തന്നിരിക്കുന്ന 3x എഴുതി, ആ എക്സിന്റെ മുന്നിലെ വില 3 കണ്ടോ, അതിന്റെ പകുതി എടുക്കുന്നു, ഹാഫ്. അപ്പൊ എന്ത് കിട്ടും നമുക്ക് ഇവിടെ, 3/2. ആ 3/2 സ്ക്വയർ ചെയ്തു. അടുത്ത എന്താ, -3/2 സ്ക്വയർ ചെയ്യുന്നു. അടുത്തെന്താ, ബാക്കി അവിടെ +1 ഉണ്ട്. ഓക്കെ, ഈ ആദ്യത്തെ 3 പേരെ എടുത്താൽ അവിടെ വില x + 3/2 ഹോൾ സ്ക്വയർ എന്ന് വരും, മൈനസ് ഇവിടെ വിലയാണെങ്കിലോ 9/4 + 1 കണ്ടോ. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യണം, -9, ഈ 4 അങ്ങോട്ട് പോകുമ്പോ +4 ഡിവൈഡഡ് ബൈ 4. -9 + 4/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, അതിനെ ഇങ്ങനെ എഴുതാം, x + 3/2 ഹോൾ സ്ക്വയർ. എത്ര കിട്ടുക, -9 + 4/4 എന്ന് പറഞ്ഞാൽ വില കിട്ടുക -5/4 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, -5/4 കണ്ടോ. അപ്പൊ √5/2 ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഇതിന്റെ വില എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ശ്രദ്ധിക്കുക, ഇതിന്റെ വില എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെയായിരിക്കും വരിക, x + 3/2 ഹോൾ സ്ക്വയർ മൈനസ് √5/2 സ്ക്വയർ കണ്ടോ. ഇവിടേക്ക് എടുത്ത് എഴുതാം, ദാറ്റ് ഈക്വൽ ടു ലോഗ് മോഡ് x² + 3x+1 പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1/x + 3/2 ഹോൾ സ്ക്വയർ മൈനസ് √5/2 ഹോൾ സ്ക്വയർ × dx. ഇത് പേര് രൂപത്തിലാ, ഇന്റഗ്രൽ ഓഫ് 1/x² - a², ഇന്റഗ്രൽ ഓഫ് 1/x² - a². ഇതേ സെയിം റിസൾട്ട് തന്നെയാണ് നമ്മൾ നേരത്തെയും ചെയ്തത്. അതേ റിസൾട്ടിനകത്തേക്ക് ഈ വില അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഈ രൂപത്തിലാണ് ഇത്തരം പ്രോബ്ലത്തുകളെ സോൾവ് ചെയ്യേണ്ടത്. അടുത്തത് അതേ സെയിം പാറ്റേൺ ഉള്ള ചോദ്യമാണ്. ഇതിനെയും നിങ്ങൾ എന്ത് ചെയ്യണം, x + 2 = കണ്ടല്ലോ, a × ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ + b ചെയ്തു നോക്കുക. നമ്മൾ റിവിഷൻ ആണ്, നിങ്ങൾക്കറിയാം. വരുന്ന ചോദ്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ചോദ്യങ്ങൾ നന്നായി പഠിച്ചു പോവുക. നിങ്ങൾ വേറെ ആവശ്യമില്ലാത്ത ഒരു സാധനത്തിലേക്ക് പോകണ്ട, ഇത് നന്നായി പഠിക്കുക. ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കിയേ, ഇത് സെയിം പാറ്റേൺ ആണ്. 4x - 10. ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഈ തന്നിരിക്കുന്ന 4x - 10 = a ×
d by dx റൂട്ടിനകത്ത് കിടക്കുന്ന വില അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്തോണം വേണമെങ്കിൽ x-2 ഇൻറ്റു ഈ x-3 അല്ലേ, x-2 ഇൻറ്റു x-3 അല്ലേ, അപ്പൊ എന്താ വരിക x² മൈനസ് 3x മൈനസ് 2x പ്ലസ് 6 എന്ന് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, x² മൈനസ് 5x പ്ലസ് 6 അതായിരിക്കണം ഇവിടുത്തെ എഴുതേണ്ടത്. x² മൈനസ് 5x പ്ലസ് 6 പ്ലസ് ബി കണ്ടോ എന്നെടുത്ത് എഴുതിയിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. മക്കളെ ചെയ്തു നോക്കുക, ചെയ്തു നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി, ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളി, അതിന് അപ്പം മറുപടി കിട്ടും. ഓക്കെ, അടുത്ത് നോക്കിക്കോ, മെത്തേഡ് 5 ആണ്. ഓക്കെ, അപ്പം മെത്തേഡ് 1 അറിയാം, മെത്തേഡ് 2 അറിയാം, മെത്തേഡ് 3 അറിയാം, അടുത്തെന്താ മെത്തേഡ് 4ഉം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മക്കളെ മെത്തേഡ് 5 പറയുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. പാർഷ്യൽ ഫ്രാക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഈ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ രൂപത്തിൽ വരുമ്പോൾ x-a ഇൻറ്റു x-b രണ്ട് ടേം വരുമ്പോൾ അതിന് a/x-a പ്ലസ് b/x-b എന്ന രൂപത്തിലേക്ക് മാറ്റാമെന്നും 3 എണ്ണം വരുമ്പോൾ അതിന് ഈ രൂപത്തിലേക്ക് മാറ്റാമെന്നുമാണ്. ഈ രണ്ടെണ്ണം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ പഠിക്കാതെ എക്സാമിന് പോകരുത്. അത് ശ്രദ്ധിച്ചോ, അത് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ തന്നിരിക്കുന്ന ചോദ്യം തന്നെ ഒരു നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചോദ്യം തന്നെ ഒരു 10ഓളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും. ഈ വിലയ്ക്ക് പോലും ഒരു മാറ്റം വന്നിട്ടുണ്ടാവില്ല. ഈ തന്നിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ എക്സിന് പകരം -1ഉം -2ഉം വന്നിട്ടുണ്ടാവും. സോറി, +1നും +2നും പകരം -1ഉം -2ഉം, അല്ലാതെ ഇതിനകത്ത് ഒരു മാറ്റവും സാധാരണ വരില്ല. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനെ അങ്ങോട്ട് എടുക്കും, x ഡിവൈഡഡ് ബൈ x+1 ഇൻറ്റു x+2 എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ എഴുതി സൂചിപ്പിക്കുക a ഡിവൈഡഡ് ബൈ x+1 പ്ലസ് b ഡിവൈഡഡ് ബൈ x+2 എന്നാണ്. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ഡിനോമിനേറ്റർ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഡിനോമിനേറ്റർ ആയ x+1 ഇൻറ്റു x+2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ, നിങ്ങൾ മനസ്സിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക, ഇത് മൊത്തത്തിൽ വെട്ടിപ്പോകും, ശരിയല്ലേ? ബാക്കി അവിടെ എന്ത് കിട്ടും, x എന്ന വില കിട്ടും. x ഈക്വൽ ടു ഇതേ സാധനം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലോ, x+1 ഇൻറ്റു x+2 മൾട്ടിപ്ലൈ ചെയ്താലോ ഈ x+1കൾ വെട്ടിപ്പോവും. ബാക്കി നമുക്ക് എന്താ കിട്ടുക, ഈ a ഉണ്ടാവും x+2 ഉണ്ടാവും, a ഇൻറ്റു x+2 പ്ലസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? മതി. പക്ഷെ 3 എണ്ണം, ഇതിന്റെ 3 എണ്ണം വരുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പ്രയാസമാവും. അതുകൊണ്ടാണ് നമ്മൾ കോമൺ മെത്തേഡിലേക്ക് പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെയും നമ്മൾ ചെയ്യുന്നു x+1 ഇൻറ്റു x+2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. x+1 ഇൻറ്റു x+2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x+2കൾ വെട്ടിപ്പോയിട്ട് ബാക്കി അവിടെ ബിയും ഉണ്ടാകും, x+1ഉം ഉണ്ടാകും. അവിടെ നിൽക്കട്ടെ, ഇത്രയും വില കിട്ടി. ഇനി നിങ്ങൾ നോക്കേണ്ടത് എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കാനാണ്. ഈ എയുടെ വില കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗം, ഈ എ എന്ന് പറയുന്ന ഈ ഫ്രാക്ഷനിൽ എയുടെ താഴ്ഭാഗം നമുക്ക് 0 ആക്കണം. എയുടെ താഴ്ഭാഗം 0 ആക്കണം. കണ്ടോ, എയുടെ താഴ്ഭാഗം 0 ആക്കണമെങ്കിൽ എക്സിന് -1 കൊടുത്താൽ മതി. കാരണം എന്താ, -1 + 1 0 ആവും. അപ്പൊ എക്സിന് -1 കൊടുക്കുമ്പോഴാണ് 0 ആകുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പുട്ട് x ഈക്വൽ ടു -1. കണ്ടോ, പുട്ട് x ഈക്വൽ ടു -1. അപ്പൊ നമുക്ക് എയുടെ വില കിട്ടും. നോക്കിയേ, എക്സിന് -1 കൊടുക്കുന്നു ഈക്വൽ ടു a ഇൻറ്റു -1 + 2 -1 + 2. ഇവിടെ -1 + 1 0 ആയി പോകും. അപ്പൊ ഇവിടെ വിലയായിട്ട് എന്ത് കിട്ടും, -1 + 2 എന്ന് പറയുമ്പോൾ 1 ആണ്. 1a ഈക്വൽ ടു -1. അപ്പൊ എയുടെ വിലയായിട്ട് -1 കിട്ടി. ഇതേപോലെ ഈ ബിയുടെ താഴ്ഭാഗം എനിക്ക് 0 ആക്കണം. ബിയുടെ താഴ്ഭാഗം 0 ആക്കാൻ എക്സിന് ഞാൻ ആരെ കൊടുക്കണം, എക്സിന് ഞാൻ -2നെ കൊടുക്കണം. എങ്കിലല്ലേ -2 + 2 0 ആവുള്ളൂ. അപ്പൊ അതേ വില നമ്മളിവിടെ കൊടുക്കാം, പുട്ട് x ഈക്വൽ ടു -2. ഇവിടെ കൊടുക്കുന്നു, എക്സിന് -2 ഈക്വൽ ടു ഇത് 0 ആയി പോവും, b ഇൻറ്റു -2 + 1. അപ്പൊ ഇവിടെ വില
-1 b ഈക്വൽ ടു -2. മൈനസും മൈനസും അങ്ങ് പോവും, ബിയുടെ വില 2 എന്നും കിട്ടി. ഓക്കെ, അപ്പൊ എയുടെയും ബിയുടെയും വിലകൾ നമുക്ക് കിട്ടി എങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്റഗ്രൽ ഓഫ് ഇതിന് പകരം ഈ കിടക്കുന്ന x/x+1 × x+2 പകരമല്ലേ ഇവരെ എഴുതിയത്. ആ എയുടെ വിലയായിട്ട് -1 കിട്ടി, ബിയുടെ വിലയായിട്ട് 2 കിട്ടി. ആ വിലകൾ കൊടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് എഴുതുക. -1/x+1 കിട്ടി, പ്ലസ് ബിയുടെ സ്ഥാനത്ത് 2/x+2 കിട്ടി ഇൻറ്റു dx. കണ്ടോ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. മൈനസ് വെളിയിലെടുത്തു, ഇന്റഗ്രൽ ഓഫ് 1/x+1 dx എന്നും കിട്ടി, പ്ലസ് ഈ 2നെ വെളിയിലെടുത്തു, ഇന്റഗ്രൽ ഓഫ് 1/x+2 dx എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വില -log mod x+1 പ്ലസ് 2 log mod x+2. കണ്ടോ, ഇന്റഗ്രൽ ഓഫ് 1/x ന്റെ വില log mod x ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇന്റഗ്രൽ ഓഫ് 1/x, x എന്ന് പറയുമ്പോൾ x+1, അപ്പൊ log mod x+1. ഇവിടെയും 2 log mod x+2 പ്ലസ് c. ഇത് ഇങ്ങനെ ഇട്ടാൽ മതി, വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഈ രൂപത്തിലാണ് ടൈപ്പ് 5 മെത്തേഡ് 5 എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പ്രോബ്ലംസുകൾ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി, വേറെ ഒരു പരിപാടിക്ക് നിൽക്കണ്ട. അവിടെ ശ്രദ്ധിച്ചോ, അടുത്ത ചോദ്യം ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഇത് അതേ പാറ്റേണിലെ ചോദ്യമാണ്. ഈ +1 പകരം -1 ആയിരുന്നു മാത്രം. ക്ലിയർ ആയല്ലോ? ഈ ചോദ്യം തന്നെയാണ് പല പ്രാവശ്യം ചോദിച്ചത്. ഇവിടെ 3 എണ്ണം വരുന്ന പ്രോബ്ലം കണ്ടോ, 3 പാറ്റേൺ വന്നു. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഇതിനെ സോൾവ് ചെയ്യാൻ നേരത്തെ ചെയ്ത അതേ സെയിം കൺസെപ്റ്റ് തന്നെ. എന്താ നമ്മളിവിടെ ചെയ്യേണ്ടത്? 3x-1 ഡിവൈഡഡ് ബൈ x-1 ഇൻറ്റു x-2 ഇൻറ്റു x-3 എന്ന് പറയുന്ന വിലയെ നമ്മൾ a/x-1 പ്ലസ് b/x-2 പ്ലസ് c/x-3 എന്ന് 3 ടേം ആയിട്ട് നമ്മൾ മാറ്റും. അങ്ങനെയാണെങ്കിൽ a/x-1, b/x-2, c/x-3. ഇനി ഈ LCM കൊണ്ട്, ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മൊത്തം വെട്ടിപ്പോയിട്ട് അവിടെ 3x-1 എന്ന് മാത്രം വരും. ഓക്കെ, ഈക്വൽ ടു ഈ തന്നിരിക്കുന്ന വില കൊണ്ട് ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x-1 മാത്രം ക്യാൻസൽ ആയി പോവും. ബാക്കി a ഇൻറ്റു x-2 ഇൻറ്റു x-3 എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? x-2 മാത്രം വെട്ടിപ്പോവും, b ഇൻറ്റു x-1 ഇൻറ്റു x-3 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? c ഇൻറ്റു x-3 മാത്രം ക്യാൻസൽ ആയി പോവും. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x-3 മാത്രം ക്യാൻസൽ ആയി പോവും. ബാക്കി x-1 ഇൻറ്റു x-2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടേക്ക് നമ്മൾ നോക്കേണ്ടത് ഈ ഡിനോമിനേറ്റർ, ഈ ഭാഗം 0 ആകണമെങ്കിൽ എക്സിന് കൊടുക്കേണ്ട വില -1 അല്ല +1 ആണ്, അല്ലെ? -1 അല്ല +1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം +1 -1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? അവിടെ പുട്ട് നമുക്ക് എന്ത് കൊടുക്കാം? പുട്ട് എക്സിന്റെ വിലയായിട്ട് 1 കൊടുക്കുന്നു. ഇവിടെ 1 -1 അല്ലേ 0 ആ. അപ്പൊ പുട്ട് എക്സിന്റെ വിലയായിട്ട് 1 കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താ വില കിട്ടുക? ഒന്ന് നോക്കി പറയും. എക്സിന്റെ വില 1 കൊടുക്കുമ്പോൾ 3 - 1 ഈക്വൽ ടു, ഇവിടെ നമുക്കറിയാം a ഇൻറ്റു എക്സിന് 1 കൊടുത്തു, 1 - 2 അപ്പൊ -1 ആവും. എക്സിന് 1 കൊടുത്തു, 1 - 3 അപ്പൊ -2 ആകും. ഇവിടെ 1 - 1 വരുമ്പോ അത് 0 ആയി പോകും. പ്ലസ് ഇവിടെ 1 - 1 അതും 0 ആയി പോകും. അപ്പൊ നമുക്കിവിടെ കിട്ടിയ 2 -1 ഇൻറ്റു -2 2a ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ എയുടെ വിലയായിട്ട് 1 കിട്ടി. ഓക്കെ, അക്കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ, ഇനി അടുത്ത ബിയുടെ വില കണ്ടുപിടിക്കണം. ബിയുടെ വില എന്ന് പറയുമ്പോൾ ഈ x-2നെ 0 ആക്കണം. x-2 0 ആവണമെങ്കിൽ എക്സിന്റെ വില 2 കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കൊടുക്കാം പുട്ട് x ഈക്വൽ ടു 2. എക്സിന് 2 കൊടുക്കുന്നു. എക്സിന് 2 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? 3 × 2 6 - 1 ഈക്വൽ ടു, ഇത് 0 ആയി പോകും. പ്ലസ് ബി ഇൻറ്റു ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 - 1 അപ്പൊ 1 കിട്ടും. അടുത്ത ഇവിടെ 2 കൊടുക്കുക 2 - 3 അപ്പൊ -1 കിട്ടും. ഇത് 0 ആയി പോകും. കണ്ടോ? അപ്പൊ ഇവിടെ വില എന്ത് കിട്ടും? 5 ഈക്വൽ ടു -b. അപ്പൊ ബിയുടെ വില -5 അത് കിട്ടും. അപ്പൊ എക്കും കിട്ടി, ബിക്കും കിട്ടി വില. ഇനി ആർക്കാ കിട്ടേണ്ടത്? സിക്കാണ് വില കിട്ടേണ്ടത്.
അപ്പൊ സിക്ക് വില കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ സിയുടെ താഴ്ഭാഗം 0 ആണ്. സിയുടെ താഴ്ഭാഗം 0 ആണ്. അപ്പൊ എക്സിന്റെ വിലയായിട്ട് ആരെ കൊടുക്കണം? 3യെ കൊടുക്കണം അല്ലെ? നമുക്കിവിടെ കൊടുക്കാം പുട്ട് എക്സിന്റെ വില ഈക്വൽ ടു 3. എക്സിന് 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 9 മൈനസ് 1. 9 മൈനസ് 1 ഈക്വൽ ടു ഇത് 0 ആയി പോകും, പ്ലസ് ഇതും 0 ആയി പോകും, പ്ലസ് ഇവിടെയാണെങ്കിലോ സി ഇൻറ്റു ഇവിടെ 3 കൊടുക്കുമ്പോൾ 3 മൈനസ് 1 2 ആകും. സോറി, 3 മൈനസ് 1 2 ആകും അല്ലെ? 3 മൈനസ് 1 2 ആകും. അടുത്തത് 3 മൈനസ് 2 1 ആകും. ഓക്കെ, അപ്പൊ ഇവിടെ വില എന്ത് കിട്ടും? 8 ഈക്വൽ ടു 2c. അങ്ങനെയാണെങ്കിൽ സിയുടെ വില 8/2, സിയുടെ വില നമുക്ക് 4 എന്നും കിട്ടും. ഓക്കെ, 9 ആണ്. 3 കൊടുക്കുന്ന സമയത്ത് 3 മൈനസ് 1 2 ആയി, അടുത്ത 3 മൈനസ് 2 1 ആയി. ഓക്കെ, അപ്പം 2c is equal to 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ c is equal to 8/2, സിയുടെ വില 4. എയുടെയും ബിയുടെയും സിയുടെയും വില കിട്ടി. ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എയുടെ വിലയായിട്ട് കിട്ടിയത് 1 ആണ്, 1/x മൈനസ് 1 പ്ലസ് ബിയുടെ വിലയായിട്ട് കിട്ടിയത് -5 ആണ്, -5/x മൈനസ് 2 പ്ലസ് സിയുടെ വിലയായിട്ട് കിട്ടിയത് 4 ആണ്. അപ്പൊ 4/x മൈനസ് 3 ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് 1/x മൈനസ് 1 ഡി എക്സ്, അടുത്ത -5 ഇന്റഗ്രൽ ഓഫ് 1/x മൈനസ് 2 ഡി എക്സ്, പ്ലസ് ഈ 4 വെളിയിലെടുത്തു, ഇന്റഗ്രൽ ഓഫ് 1/x മൈനസ് 3 ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ വരിക എന്താ? ലോഗ് മോഡ് x മൈനസ് 1 minus 5 into log mod x minus 2 plus 4 into log mod x minus 3 plus c എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ രൂപത്തിലാണ് മക്കളെ നിങ്ങൾ അതിനെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളെല്ലാം പഠിച്ച കുട്ടികളായതുകൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോണേ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ 1/x into x raised to 7 plus 1 എന്നാണ്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗം, മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു x raised to 6 മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് x raised to 6 ഡിവൈഡഡ് ബൈ x raised to 6 into x എന്ന് പറയുമ്പോൾ x raised to 7 ആയി, into x raised to 7 plus 1 എന്ന ആൻസർ കിട്ടും. കണ്ടോ? അല്ല, എന്ന് ഈ ടേം അങ്ങോട്ട് മാറും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് x raised to 7നെ t ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് x raised to 7 equal to t. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 7x raised to 6 dx എന്ന് പറയുന്നത് dt ആവും. പക്ഷേ ഇവിടെ x raised to 6 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ x raised to 6 dx എന്ന് പറയുന്നത് dt/7. ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ ഓഫ് ആ x raised to 6ഉം dxഉം കൂടി എന്തായിട്ട് മാറും? dt/7 ആവും. അപ്പൊ ഇവിടെ എന്താ വരിക? 1/x raised to 7t ആണ്, ഇൻറ്റു x raised to 7t ആണ്, t+1 ഇൻറ്റു dt/7. അപ്പൊ അതിന് 1/7 ആയിട്ട് ഫ്രണ്ടിൽ എഴുതും. കണ്ടോ? ഇപ്പോ ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ ശരിക്കും ചെയ്യണം. എങ്ങനെ ചെയ്യും? നോക്കൂ, 1/t ഇൻറ്റു t+1, t ഇൻറ്റു t+1 ദാറ്റ് ഈക്വൽ ടു ഇതിനെ a/t പ്ലസ് b/t+1 എന്ന് എഴുതണം. കണ്ടോ? a/t പ്ലസ് b/t+1. ഇനി LCM കൊണ്ട് മൾട്ടിപ്ലൈ, ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും, ഈക്വൽ ടു ഈ ഡിനോമിനേറ്റർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ടീം വെട്ടിപ്പോയിട്ട് a ഇൻറ്റു t+1 എന്ന് കിട്ടും, പ്ലസ് ഇവിടെ ഈ t ഇൻറ്റു t+1 കൊണ്ട് മൾട്ടിപ്ലൈ t+1 വെട്ടിപ്പോയിട്ട് ഇവിടെ bt എന്ന് കിട്ടും. ഓക്കെ, ഇനി പറയൂ, ഈ ടിയുടെ താഴ്ഭാഗം 0 ആയി പോകണം. അപ്പൊ ടി ആരെ കൊടുക്കണം? 0 കൊടുക്കണം. നമുക്ക് ഇവിടെ കൊടുക്കാം പുട്ട് t is equal to 0. ടിക്ക് 0 കൊടുക്കുമ്പോൾ വില എന്താവും? 1 ഈക്വൽ ടു a ഇൻറ്റു ടിക്ക് 0 കൊടുത്താൽ 1 എന്ന് കിട്ടും, പ്ലസ് ഇത് 0 ആയി പോകും.
അപ്പൊ എയുടെ വില നമുക്ക് 1 എന്ന് തന്നെ കിട്ടി. കണ്ടോ? ഇതേപോലെ ഈ തന്നിരിക്കുന്ന t+1 0 ആയി പോകണം. അങ്ങനെയാണെങ്കിൽ ടിയുടെ വില എന്താവും? ടിയുടെ വിലയായിട്ട് -1 കൊടുക്കണം. ദാ ഇവിടെ കൊടുക്കുന്നു പുട്ട് t is equal to -1. അപ്പൊ എന്തായിട്ട് മാറും? ദാ നോക്കൂ, 1 equal to ഇത് 0 ആയി പോകും പ്ലസ് b ഇൻറ്റു ടിയുടെ വില -1. അപ്പൊ -b ആണ് 1 കിട്ടുക. അപ്പൊ b യുടെ വില -1 എന്ന് കിട്ടും. ഓക്കെ, എക്ക് 1 കിട്ടി, ബിക്ക് -1 കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദാറ്റ് ഈക്വൽ ടു 1/7 ഇന്റഗ്രൽ ഓഫ്, ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന വിലയായിട്ട് 1/t പ്ലസ് ബി എന്ന് പറയുന്ന സ്ഥലത്ത് -1/t+1 ഇൻറ്റു dt എന്ന് മാറും. കേട്ടോ? അപ്പൊ ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ 1/7 ഇന്റഗ്രൽ ഓഫ് 1/7 അങ്ങ് ബ്രാക്കറ്റിന് പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഓഫ് 1/t dt വരും. ഈ മൈനസ് പുറത്തിട്ടു, ഇന്റഗ്രൽ ഓഫ് 1/t+1 ഇൻറ്റു dt എന്നും വരും. കണ്ടോ? റെഡി? ഇനി നമുക്ക് 1/7 ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ 1/7, കണ്ടോ, ഓപ്പൺ ബ്രാക്കറ്റ്, ഇന്റഗ്രൽ ഓഫ് 1/t എന്ന് പറയുമ്പോൾ അത് ലോഗ് മോഡ് t ആകും. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് 1/t+1 എന്ന് പറയുമ്പോൾ അത് ലോഗ് മോഡ് t+1 ആകും. ഓക്കെ, പ്ലസ് c. അപ്പൊ മക്കളെ, നിങ്ങൾക്കറിയാം ഇത് 1/7 അല്ലെ, ഇത് താഴേക്ക് എടുത്ത് എഴുതി, 1/7 താഴേക്ക് എഴുതി ഇൻറ്റു ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ അത് ലോഗ് എ ബൈ ബി ആണ്. ഓക്കെ, ആ മോഡുലസിനകത്ത് അത് കൊടുക്കാം, പ്ലസ് സി. ഇനി ടിക്ക് ടിയുടെ വില തിരിച്ചു കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും? 1/7 ലോഗ് മോഡ്, ഈ ടിക്ക് x⁻7 ആണ് ടിയുടെ വില നമ്മൾ എടുത്തത്, ഡിവൈഡഡ് ബൈ x⁻7 + 1 + c എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഈ രൂപത്തിലാണ് മക്കളെ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് മെത്തേഡ് 6 ആണ്, ബൈ പാർട്സ് ആണ്. ബൈ പാർട്സ്. ഓക്കെ, ഈ ബൈ പാർട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഐലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഐലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക്, ആൾജിബ്രായിക്, എക്സ്പോണൻഷ്യൽ, ട്രിഗണോമെട്രിക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ തന്നിരിക്കുന്ന അതേ പാറ്റേൺ, ഈ തന്നിരിക്കുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇൻവേഴ്സിനാണ് ആദ്യം പ്രാധാന്യമുള്ളത്, ലോഗരിതമിക്കാണ് പിന്നീട്, പിന്നെ ആൾജിബ്രായിക്, എക്സ്പോണൻഷ്യൽ, ട്രിഗണോമെട്രിക്, ഇങ്ങനെയാണ് പോവാം. അപ്പൊ ഇന്റഗ്രൽ ഓഫ് uv ഇൻറ്റു ഡി എക്സ്, രണ്ട് ഫംഗ്ഷൻസുകളുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റുകളുടെ ഇന്റഗ്രേഷൻ, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്നാണ്. ഓക്കെ, ഈ മെത്തേഡ്, ഇതാണ് 6ാമത്തെ മെത്തേഡ്. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോ. നമ്മളിപ്പോ 5 മെത്തേഡുകൾ പഠിപ്പിച്ചു കഴിഞ്ഞു. ഈ 5 മെത്തേഡ് നന്നായി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും. പറഞ്ഞു മനസ്സിലായല്ലോ? ശ്രദ്ധിച്ചോ, മെത്തേഡ് 6ലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, മെത്തേഡ് 6 ആദ്യം തന്നെ ചോദിക്കുന്നത് x⁻x × dx എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ച സമയത്ത് ഇവിടെ ഈ ടി ആണ് ഞാൻ എഴുതിയത്. ചിലര് ടി ഇ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല, കാരണം ടി ട്രിഗണോമെട്രിക്ക് കഴിഞ്ഞ് എക്സ്പോണൻഷ്യൽ വന്നാലും എക്സ്പോണൻഷ്യൽ കഴിഞ്ഞ് ട്രിഗണോമെട്രിക്ക് വന്നാലും രണ്ടും സെയിം ആണ്, കുഴപ്പമൊന്നുമില്ല. ആൻസർ നമുക്ക് ഒരുപോലെ തന്നെ കിട്ടുക. അപ്പൊ ഇതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമുള്ളത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയത് മാത്രം. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്തേക്ക് പോവാം. x⁻x, ഐലേറ്റ് എന്ന് പറയുമ്പോൾ ഐലേറ്റ് അല്ലെ? ഈ ഐലേറ്റ് എന്ന് പറയുമ്പോൾ ആൾജിബ്രായിക്ക് കഴിഞ്ഞിട്ടാണ് എക്സ്പോണൻഷ്യൽ, കുഴപ്പമൊന്നുമില്ല. ആൾജിബ്രായിക്ക് അത് കഴിഞ്ഞ് എക്സ്പോണൻഷ്യൽ. നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷനായ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷനായ e⁻x dx. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഈ ആദ്യം കൊടുത്ത ഇന്റഗ്രേഷന്റെ dx. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈക്വൽ ടു എക്സ് ഇൻറ്റു e⁻x ഇന്റഗ്രേഷൻ e⁻x തന്നെ, ഓക്കെ, മൈനസ് ഈ ഇന്റഗ്രൽ ഓഫ് ഈ ബ്രാക്കറ്റിനകത്ത് ചെയ്തിട്ട് മാത്രം ഈ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. ഈ ബ്രാക്കറ്റിൽ ചെയ്യുമ്പോൾ d/dx ഓഫ് x 1 ആവും. ഇന്റഗ്രൽ ഓഫ് e⁻x ഇൻറ്റു dx തന്നെ. അപ്പൊ ഫൈനൽ ആൻസർ എന്താ വരിക? x⁻x മൈനസ് ഇന്റഗ്രൽ ഓഫ് e⁻x പ്ലസ് c. അപ്പൊ ഇവിടെ ഒരു e⁻x കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് x - 1
പ്ലസ് സി എന്ന ആൻസർ കിട്ടും കേട്ടോ. ഇങ്ങനെ സോൾവ് ചെയ്യുക. ഈ മെത്തേഡാണ് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. ഓക്കെ, നിങ്ങൾ അതും അതേപോലെ തന്നെ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എന്ത് കിട്ടണം, സൈൻ 3x ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ 3x dx ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് dx. ഓക്കെ, അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ x ഇൻറ്റു സൈൻ 3x വില എന്താവും, മൈനസ് കോസ് 3x ഡിവൈഡഡ് ബൈ 3. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആവും. ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് 3x ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഫൈനൽ that equal to minus x cos 3x divided by 3. മൈനസും മൈനസും പ്ലസ് ആകും. ഈ 1/3 പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഓഫ് അവിടെ cos 3x ഇൻറ്റു ഡി എക്സ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എടുക്കുന്നത് മൈനസ് എക്സ് കോസ് 3x ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1/3 ഇൻറ്റു ഈ കോസ് 3x ഇന്റഗ്രേഷൻ അത് സൈൻ 3x ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി ആവും. ഈ 3 കൂടെ ഗുണിച്ച് 9 ആക്കി എഴുതാം. ദാ ശ്രദ്ധിക്കുക, മൈനസ് എക്സ് കോസ് 3x ഡിവൈഡഡ് ബൈ 3 പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 9 പ്ലസ് സി. കണ്ടോ, ഇങ്ങനെ ഈ പറയുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി അല്ല, ഈ പറയുന്ന രീതിയിലുള്ള ഇക്വേഷൻ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ആണ്. ഇതെങ്ങനെ നമ്മൾ ചെയ്യുക, ഇ റേസ് ടു എക്സ് സൈൻ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഇതിനെ ഐ എന്ന് പേര് കൊടുത്തിട്ട് വേണം സോൾവ് ചെയ്യാൻ. ഓക്കെ, ഈ ഐ എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ അതേപോലെ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആയ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡി എക്സ് കൊടുക്കാം. സോ ദാറ്റ് ഈക്വൽ ടു, ഇവിടെ നമുക്കറിയാം ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്തായിട്ട് മാറും, മൈനസ് കോസ് എക്സ് ആകും. ഓക്കെ, അടുത്ത മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ് തന്നെ സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് ആവും. ഇതൊന്നും കൂടെ അറേഞ്ച് ചെയ്താൽ മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് എടുത്ത് എഴുതാം. ഈ മൈനസ് ഫ്രണ്ടിൽ വന്ന് പ്ലസ് ആവും. ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. കണ്ടോ, ഇവിടെ വീണ്ടും ഒരു വട്ടം കൂടെ ഈ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ്. ഇത് പ്ലസ് ആയതുകൊണ്ട് ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവിടെ മൈനസ് ആണെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് കൊടുത്ത് തന്നെ ചെയ്യണം. ഇ റേസ് ടു എക്സ് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡി എക്സ് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യാം, that equal to e raised to minus x cos x plus e raised to x in integral of cos x എന്തായിട്ട് മാറും, അത് sin x ആകും. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് തന്നെ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാവും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഐ ഈക്വൽ ടു എന്നല്ലേ വന്നേ. ഈ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് ഐ ആണ്. അപ്പൊ ഇവന് നമുക്ക് ഐ എന്ന് കൊടുക്കാം. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, എന്താ ശ്രദ്ധിക്കുക, ഐ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് അല്ല, മൈനസ് ഇ റേസ് ടു എക്സ് ആണ് കേട്ടോ. മൈനസ് ഇ റേസ് ടു എക്സ് ആണ് കേട്ടോ. മൈനസ് ഇ റേസ് ടു എക്സ് ആണ്. അപ്പൊ മൈനസ് ഇ റേസ് ടു എക്സ് എന്താ കിട്ടുക, കോസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ്, പിന്നെ എന്താ വരിക, മൈനസ് ഐ എന്ന വില വരും. ഈ മൈനസ് ഐ ഇപ്പുറത്ത് വരുമ്പോൾ 2i ആകും. ദാറ്റ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് വരും പ്ലസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് വരും അല്ലെ. നമുക്ക് 2i ഈസ് ഈക്വൽ ടു ഒരു ഇ റേസ് ടു എക്സ് അങ്ങ് കോമൺ ആയിട്ട് എടുത്താൽ ഇത് മൈനസ് കോസ് എക്സ് ആവും, ഇത് സൈൻ എക്സ് ആവും. അപ്പൊ പോസിറ്റീവ് വിലയെടുത്ത് ആദ്യം എഴുതാം, സൈൻ എക്സ് ആദ്യം എഴുതി, മൈനസ് കോസ് എക്സ് രണ്ടാമത് എഴുതി, പ്ലസ്
ലാസ്റ്റ് കൊടുത്താൽ മതി പ്ലസ് സി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ബൈ 2, ഈ 2 ഇവിടെ ഡിവൈഡ് ചെയ്യണ്ടേ, ഇ റേസ് ടു എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു പ്ലസ് സിയും കൂടെ കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോ ലാസ്റ്റ് മെത്തേഡ്, ഇത് കഴിഞ്ഞാൽ പിന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉണ്ട്, ലിമിറ്റ് വരുന്നത്. അതൊരു 2-3 ടൈപ്പ് പ്രോബ്ലം ആണ്. അത് ഞാൻ അടുത്ത വീഡിയോ ആക്കി ഞാൻ നിങ്ങൾക്ക് അടുത്ത ഇതിൽ ഇട്ട് തരും. ഇതിൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഈ 7 മെത്തേഡ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഇന്റഗ്രേഷൻ തന്നു, ഇ റൈസ് ടു എക്സ് ഓഫ് എന്നും പറഞ്ഞ് ഒരു വില. അതിൽ ആദ്യത്തെ വില എഫ് ഓഫ് എക്സ് പ്ലസ് അതിന്റെ ഡിഫറൻസിയേഷൻ ആണ് അതിനിപ്പുറത്ത് കിടക്കുന്നത് എങ്കിൽ ഇതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇ റേസ് ടു എക്സ് ആ എഫ് ഓഫ് എക്സ് എടുത്താൽ മതി. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സി, ഇതാണ് 7ാമത്തെ മെത്തേഡായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെയാണ് ചോദ്യമുള്ളത്. ഇ റേസ് ടു എക്സ്, ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, 1/1 + x² ആണ്. അപ്പൊ ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനെ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയേണ്ടി വരും. കണ്ടോ, കാരണം ടാൻ ഇൻവേഴ്സ് എക്സ് ഡിഫറൻസിയേഷൻ ആണ് 1/1 + x². അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ, ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്നാണ് ഇതിന്റെ ആൻസർ. ഇത്തരം ചോദ്യങ്ങൾ, ഇതിലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ല, ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതല്ല, ഇത്തരം ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണ് ഇന്റഗ്രേഷൻ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഇതൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വീഡിയോ ഇട്ട് തരും. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ലിമിറ്റ് വരുന്നതാണ്. വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസുകളെ ഉണ്ടാവുള്ളൂ. ഇത്രയും തന്നെ നമുക്ക് പഠിക്കാനുണ്ടാവില്ല. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഉടൻ തന്നെ വീഡിയോ ഇട്ട് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ ഈ ചെയ്യിപ്പിച്ച് ഇത്രയും മെത്തേഡ്സ്, ഇത്രയും പ്രോബ്ലംസ് ഇത് നല്ലപോലെ പഠിച്ചോളി. നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇന്റഗ്രേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. എപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട, നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കെല്ലാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.